സുഹൃത്തുക്കളെ, പണ്ട് മോഹൻലാൽ പറഞ്ഞ പോലെ വിശ്രമവേളകൾ ആനന്ദമാക്കാൻ വേണ്ടിയുള്ള യാത്രയാണിത്. ഇന്ന് ഞാൻ പോകുന്നത് ചണ്ഡീഗഡിന്റെ പ്രധാന കുടിവെള്ള സ്രോതസ്സായ സുഖ്ന തടാകത്തിലേക്കാണ്. അതിസുന്ദരമാണ് ഈ പ്രദേശം. 1958 നിർമ്മിച്ച ഈ തടാകം ഒരു മഴവെള്ള സംഭരണിയാണ്. ശിവാലിക് പർവ്വതത്തിൽ നിന്നുള്ള വെള്ളവും മഴവെള്ളവുമാണ് ഈ തടാകത്തിന്റെ മുഖ്യ ജല സ്രോതസ്. തടാകത്തിനോട് അനുബന്ധമായിട്ട് ഒരു ഫുഡ് കോർട്ടും ചിൽഡ്രൻസ് പാർക്കും ഉണ്ട്. 3 കിലോമീറ്റർ ചുറ്റളവിൽ 8 അടി താഴ്ചയുള്ളതാണ് ഈ മനുഷ്യനിർമ്മിത തടാകം. അതിസുന്ദരമായി സസ്യലതാദികളാൽ അലങ്കൃതമായിട്ടാണ് ഇതിന്റെ തീരം പരിപാലിക്കുന്നത്. പ്രഭാത സായാഹ്ന സവാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഇടമാണിത്. സന്ധ്യാസമയത്ത് തടാകത്തിന്റെ നിറം അതിമനോഹരമാണ്. പൗർണിമ ദിവസങ്ങളിൽ തടാകം കൂടുതൽ സുന്ദരമായി കാണപ്പെടുന്നു. നഗരമധ്യത്തിൽ നിന്നും പ്രകൃതിയുടെ മടിത്തട്ടിലേക്ക് എത്തിയ അനുഭൂതിയാണ് ഇവിടെ എത്തുമ്പോൾ. വിരസമായ ജോലി തിരക്കുകൾക്കിടയിൽ സായാഹ്നത്തിൽ ഇവിടെ എത്തി മടങ്ങുന്നവരുടെ എണ്ണം വളരെയധികമാണ്. തടാകത്തിൻ്റെ സായന്തന കാഴ്ചകൾ അതിമനോഹരമാണ്. പ്രകൃതിയുടെ നിറങ്ങൾ എത്ര മനോഹരമാണ്, എത്ര സുന്ദരമാണ് നമ്മുടെ പ്രകൃതി. ഏകാന്തമായി ഈ തടാകക്കരയിൽ ഇരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലൂടെ ഓടി വന്നത് കണ്ണൻ്റെ വൃന്ദാവനമാണ്. രാധയുടെ വൃന്ദാവനം, കാളിന്തി നദി. ഇന്നത്തെ കാളിന്തി, ഇന്നത്തെ വൃന്ദാവനം, ഇന്നത്തെ യമുന ഇതേപോലെ മനോഹരമാക്കി വച്ചിരുന്നുവെങ്കിൽ ആ നദിയുടെ തടാകക്കരയിൽ അതിസുന്ദരമായി ഇതേപോലെ ഉദ്യാനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കേട്ടത് പ്രകൃതിയുടെ സ്വസിദ്ധമായ സംഗീതമായിരുന്നു. എത്ര ചലനാത്മകമാണ് നമ്മുടെ പ്രകൃതി. ആ സംഗീതം ആസ്വദിച്ചുകൊണ്ട് ഞാൻ തടാകക്കരയോട് വിട പറഞ്ഞു. എന്നെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും ലൈക്കുകൾ തരുമെന്നും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്തുമെന്നും പ്രതീക്ഷയോടെ നിങ്ങളുടെ ശ്രീഹരി.